ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഈസി ബാച്ചിലർ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒരു കുറച്ചിട്ടിട്ടുണ്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പെപ്പർ പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു 1/2 hour മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. ഞാൻ ചിക്കൻ ഫ്ലെയിം ഞാൻ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അതൊരു കുറച്ച് അത്യാവശ്യം വേവുന്നത് വരേക്കും വെക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇടാനായിട്ടുള്ള ആവശ്യത്തിന് സവാള, പച്ചമുളക് ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആകുന്നത് വരെ, മീൻസ് ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നില്ല. ഒരിത്തിരി ഓയിലാണ് നമ്മളിത് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. സോ എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം, അത് മറക്കരുത്. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ അത് അടച്ച് വെച്ച് വേവിക്കുക. ഈ ഒരു 2-3 minutes കഴിയുമ്പോൾ എഗെയിൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ ഒരു ടൈമിലാണ് ഇടുന്നത്. ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇടാം, പക്ഷെ ഞാൻ ഈ ഒരു ടൈമിലാണ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ എഗെയിൻ ഞാനത് അടച്ച് വെച്ച് വീണ്ടും ഞാനൊരു 5 to 10 minutes ഞാൻ വീണ്ടും അത് അടച്ച് വെച്ച് വേവിക്കും. ദെൻ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ദെൻ പെപ്പർ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം ഞാൻ ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ എത്ര സ്പൂൺ വേണം അതൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എരിവും കാര്യങ്ങളും മസാല എത്രത്തോളം വേണം, അതിൻ്റെ എരിവ് അതെല്ലാം നമുക്ക് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ടീസ്പൂൺ കണക്ക് പറയാത്തത്. പക്ഷേ നമുക്ക് വീട്ടിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്, എരിവ് ഒരുപാട് പറ്റാത്തവർ കാണും. സോ അതിനനുസരിച്ച് അവനവൻ്റെ വീട്ടിൽ ടേസ്റ്റിനനുസരിച്ച് എരിവിനും കാര്യങ്ങൾക്കും അനുസരിച്ച് എല്ലാവരും ഇടുക. ഇതിന് ശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ച് നേരം ഒരു 10 to 15 minutes അടച്ചു വെച്ച് അത് വേവിച്ച് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ഇടുക. ദെൻ എഗെയിൻ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിനായിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടുതലിടണം. ആദ്യം തുടക്കവും ഇടണം, ഒടുക്കവും ഇടണം. പിന്നെ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു 5 minutes അല്ലെങ്കിൽ ഒരു 10 minutes ഒക്കെ സ്ലോവിൽ കുക്ക് ചെയ്തെടുക്കുക. നല്ല ഈസി